താങ്കളുടെ ട്രെയിനിങ്ങിൽ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ചെയ്യാനല്ല പറയാ. സെയിൽസ് ചെയ്യാൻ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ സെയിൽസ് ചെയ്യരുത്, കസ്റ്റമറുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക, സ്റ്റാഫിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അപ്പോ അങ്ങനെ ഒരു ട്രെയിനിങ് സെഷനിലേക്ക് നീങ്ങാനുള്ള കാരണം എന്താ? ഒരു സെയിൽസ്മാന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് വിൽക്കലല്ല. അയാളുടെ പേര് തന്നെ സെയിൽസ്മാൻ ആണ്, പക്ഷെ അയാൾ ചെയ്യേണ്ട ജോലി പ്രൊഡക്റ്റ് വിൽക്കലേ അല്ല. അയാൾ പ്രൊഡക്റ്റ് വിൽക്കരുത്. അയാൾ ആകെ ചെയ്യേണ്ട കാര്യം വരുന്ന കസ്റ്റമറായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഞാനിത് പലയിടത്തും ആവർത്തിച്ച് പറയാറുണ്ട്. അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ ഷോപ്പിൽ വരുന്ന ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാനല്ല അയാൾ അവിടെ വരുന്നത്, നിങ്ങളുടെ ഒരു സർവീസ് എടുക്കാനല്ല അയാൾ അവിടെ വരുന്നത്. അയാൾ വരുന്നത് അയാളുടെ ഒരു ആവശ്യം സാധിക്കാൻ വേണ്ടിയാണ്, അതല്ലെങ്കിൽ അയാളുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്, അതുമല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഒരു ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് എടുത്തു നോക്കൂ, ഈ 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും ഒരു കസ്റ്റമർ ഒരു ഷോപ്പിന്റെ ഒരു സ്ഥാപനത്തിന്റെ പടി കടന്നു വരുന്നത്. ഒന്നുകിൽ അയാളുടെ ഒരു നീഡ്, അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഒരു ആഗ്രഹം സാധിപ്പിക്കാൻ. അപ്പോൾ അവിടെ വരുന്ന ആളുടെ നീഡിനെയാണ് നമ്മൾ നോക്കേണ്ടത്, ആ മനുഷ്യനെയാണ് കാണേണ്ടത്, നമ്മളുടെ പ്രൊഡക്റ്റിനെ അല്ല കാണേണ്ടത്. ഒരു ഉദാഹരണം പറയാം. ഒരു ഹോസ്പിറ്റൽ തുറന്നിരിക്കുന്ന ഒരു ഡോക്ടർ അവിടെ ഇരിക്കുന്നത് ആ ഹോസ്പിറ്റലിലെ മെഡിസിൻ വിൽക്കാനല്ല, അയാൾ അവിടെ സർജറി വിൽക്കാനല്ല ഇരിക്കുന്നത്. അവിടെ കടന്നു വരുന്ന ഒരു രോഗിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനാണ്, അയാൾ അനുഭവിക്കുന്ന പ്രയാസത്തെ നീക്കി കൊടുക്കാനാണ് ഒരു ഡോക്ടർ അവിടെ ഇരിക്കുന്നത്. ആ പ്രയാസത്തെ നീക്കുമ്പോൾ അതിൻ്റെ കൂടെ സെയിലാകുന്നതാണ് ഈ മരുന്നും മറ്റു കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പടി കടന്നു വരുന്ന ഒരു മനുഷ്യന്റെ ആഗ്രഹത്തെ, ആവശ്യത്തെ, പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന ഒരു സ്പേസ് ആവുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ സെയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് പക്ഷേ സെയിൽസിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾക്ക് ഈ പരിപാടി ചെയ്യാനേ സാധിക്കില്ല. കാരണം അയാൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഈ മനുഷ്യന്റെ പോക്കറ്റിലിരിക്കുന്ന പണം എന്റെ പെട്ടിയിലാക്കാം എന്നുള്ളത് മാത്രമാണ് ഫോക്കസ്. കസ്റ്റമറെ ഫോക്കസേ അവർക്ക് ഇല്ലാതെ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കസ്റ്റമറോട് ഇമോഷണലായ കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമർക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരാളായിട്ട് ഈ സെയിൽസ്മാൻ മാറും. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും ഉള്ളത്, നമ്മുടെ സ്ഥാപനങ്ങളിൽ പലപ്പോഴും ഉള്ളത് കസ്റ്റമർ പോലുമല്ല, ബയേഴ്സ് ആണ് ഉള്ളത്. എന്താണ് ബയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോൾ നിങ്ങളുടെ ഒരു വാഹനം വിൽക്കാനിരിക്കരുത്, നിങ്ങളത് OLX-ലോ അല്ലെങ്കിൽ Car24-ലോ എവിടെയോ നിങ്ങളുടെ കാറ് നിങ്ങൾ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. അതിനൊരാൾ ഒരു വാങ്ങിക്കാൻ ഒരാൾ വരികയാണെങ്കിൽ അയാളെ നിങ്ങൾ എന്താ വിളിക്കുക? ആ കാറിന് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെന്നല്ലല്ലോ പറയാ, എന്താ നമ്മൾ പറയാ? ഒരു ബയർ വന്നിട്ടുണ്ടെന്നാ പറയാ. എന്താണ് അവിടെ നമ്മൾ കസ്റ്റമർ എന്ന് പറയാത്തത്, ബയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഏതോ ഒരാൾ, അയാളായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല, അയാൾ വരും, ഈ കാറ് വാങ്ങിക്കും, അയാൾ പോകും. ഇനി ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ നമ്മൾ അയാളെ കാണാനേ പോകുന്നുണ്ടാവില്ല. ഏതോ ഒരു അജ്ഞാതനായ മനുഷ്യൻ വന്ന് നമുക്ക് വേണ്ട പണവും തന്ന് നമ്മുടെ കാറ് കൊണ്ടുപോയി. അത്ര അപരിചിതം ഉള്ളത് കൊണ്ടാണ് അയാളെ നമ്മൾ ബയർ എന്ന് മാത്രം വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഒരു ബയറും കസ്റ്റമറും തമ്മിലുള്ള വ്യത്യാസം? ഈ കസ്റ്റമർ എന്ന വാക്ക് പോലും വരുന്നത് കസ്റ്റം അല്ലെങ്കിൽ ഹാബിറ്റ് എന്നുള്ള ഒരു പദത്തിൽ നിന്നാണ്. കസ്റ്റമർ എന്നതിന്റെ ഡെഫിനിഷൻ പറയുന്നത് വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബയറെയാണ് നിങ്ങൾ കസ്റ്റമർ എന്ന് വിളിക്കുന്നത്. അതാണ് ആ വ്യത്യാസം. കാറ് വാങ്ങി പോകുന്ന ഒരാള് വീണ്ടും നിങ്ങളുടെ വീട്ടിലേക്ക് ചായ കുടിക്കാൻ പിന്നെ വരില്ല, അയാൾ നിങ്ങളെ കണ്ടാൽ പോലും ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. പക്ഷെ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരിക്കൽ വന്നു പോകുന്ന ഒരാളല്ല. ഈ നമ്മളെ ചില ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഉള്ള ഹോട്ടൽസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരിക്കൽ കയറിയ ഒരാൾ പിന്നെ അവിടെ കയറിയേ ഉണ്ടാവില്ല. ഞാൻ എല്ലാ ബസ് സ്റ്റാൻഡിലെയും ഹോട്ടലുകൾ മോശമാണെന്നല്ല പറയുന്നത്. അവരുടെ പ്രോസസ്സ് എന്താ? ആരൊക്കെയോ വരുന്നു പോകുന്നു. ഒരിക്കൽ വന്ന ഒരാൾ രണ്ടാമത് വരണമെന്ന് പോലും ചിലപ്പം അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരു ബിസിനസ്സിൽ നമ്മളൊരു പ്രോപ്പറായ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കസ്റ്റമറെയാണ്, വീണ്ടും വീണ്ടും വരുന്ന ഒരാളെയാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, നമ്മളുടെ ഷോപ്പിൽ വന്ന, നമ്മളെ ബിസിനസ് സ്ഥാപനത്തിൽ വന്ന, നമ്മളെ സർവീസ് എടുത്ത ഒരാൾ വീണ്ടും വീണ്ടും അവിടെ വരാനായി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളെ പ്രൊഡക്റ്റ് വിറ്റത് കൊണ്ട് അയാൾ വീണ്ടും വീണ്ടും വരില്ല. ഒരു കാരണവശാലും ആളുകൾക്ക് അവര് നമ്മളുടെ അടുത്തുനിന്ന് എന്താണോ വാങ്ങിച്ചത് അത് അവർക്ക് ഓർമ്മയേ ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ കയറി ഇറങ്ങിയപ്പോൾ എന്ത് അനുഭവമാണ് അയാൾക്ക് ഉണ്ടായത്?
എന്ത് ഫീലിംഗ് ആണ് ഉണ്ടായത്, എന്ത് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്, അതൊരു കാലത്തും അയാൾ മറക്കില്ല. അപ്പൊ അയാൾ വീണ്ടും വീണ്ടും വരുന്ന വിധത്തിൽ ആ കസ്റ്റമറെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളായി മാറണം സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്ഥാപനത്തിന്റെ കൾച്ചർ ആവണം. എങ്ങനെ? ഇപ്പൊ ഒരു ഉദാഹരണം എടുത്താൽ മതി. ഇത് വളരെ ചെറിയ കാര്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബിസിനസ് സ്ഥാപനത്തിൽ ചെയ്യേണ്ടത്. നിങ്ങളുടെ വീട്ടില് ഒരു കോളിംഗ് ബെൽ അടിച്ചു. ആ കോളിംഗ് ബെൽ അടിച്ച സമയത്ത് നിങ്ങൾ ഡോറ് തുറന്ന് നോക്കി. ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു. ആ പോസ്റ്റ്മാനെ നിങ്ങൾ എങ്ങനെയാ സ്വീകരിക്കുക? അതേ ബോഡി ലാംഗ്വേജോട് കൂടിയാണോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാള് വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ സ്വീകരിക്കുക? ഒരിക്കലും അല്ലല്ലോ. പോസ്റ്റ്മാൻ വന്നത് നിങ്ങളുടെ അടുത്ത് ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു ലെറ്റർ അത് തന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു ട്രാൻസാക്ഷൻ മാത്രമാണത്, നോ റിലേഷൻഷിപ്പ്. ഒരാള് നിങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങി പോകുമ്പോൾ അയാൾക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കുകയും അതിന് പണം നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പെട്ടിയിടുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ട്രാൻസാക്ഷൻ മാത്രമാണ്. ഒരു പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ കത്ത് വാങ്ങിച്ചതുപോലത്തെ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ ഒരു ഗസ്റ്റ് വരുമ്പോൾ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ വരുമ്പോൾ അയാളെ നിങ്ങൾ എത്ര വൈകാരികമായാണ് സ്വീകരിക്കുക, എത്ര ഊഷ്മളമായാണ് സ്വീകരിക്കുക, എത്ര സ്നേഹത്തോടെയാണ് സ്വീകരിക്കുക. അത്ര സ്നേഹത്തോടെ ഒരു കസ്റ്റമറെ സ്വീകരിക്കുമ്പോഴാണ് അയാൾക്ക് ഒരു ഇമോഷണൽ ഒരു വൈകാരികമായ ഒരു അനുഭവം ഉണ്ടാവുന്നത്, ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ആ എക്സ്പീരിയൻസ് ആണ് ഒരു കസ്റ്റമറെ വീണ്ടും 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 നമ്മളുടെ അടുത്ത് എന്നെ എത്തിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു ആളെ സ്വീകരിക്കുമ്പോൾ നമ്മൾ അയാളോട് പറയുന്ന വാക്കുകളിൽ, നമ്മൾ അയാളെ നോക്കുന്നിടത്ത്, നമ്മുടെ ബോഡി ലാംഗ്വേജില്, നമ്മളുടെ ഭാവത്തിലൊക്കെ ഉണ്ടാകുന്ന ആ മാറ്റമാണ് അയാൾ വീണ്ടും 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 നമ്മളിലേക്ക് എത്തിക്കുക. അപ്പൊ ഞാൻ പറയാ, നമ്മള് കസ്റ്റമറെ പോലും അല്ല ഉണ്ടാക്കേണ്ടത്, നമ്മളെ ഫാൻസിനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ബിസിനസ് സ്ഥാപനം കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യുന്നതിനേക്കാൾ ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. നല്ല ബ്രാൻഡുകളൊക്കെ പലപ്പോഴും കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഐഡിയ അവരെന്നോ ഉപേക്ഷിച്ചിരിക്കുന്നു. അത് ഫാൻസിനെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്ക് നിങ്ങൾ, ആപ്പിളിന് കസ്റ്റമേഴ്സ് ഇല്ല, ആപ്പിളിന് ഫാൻസ് ആണുള്ളത്. ഹാർലി ഡേവിഡ്സന് കസ്റ്റമേഴ്സ് ഇല്ല, ഫാൻസ് ആണുള്ളത്. ഥാറിന് കസ്റ്റമേഴ്സ് ഇല്ല, ഫാൻസ് ആണുള്ളത്. നിങ്ങൾക്ക് ഫാൻസ് ഉണ്ടായാലുള്ള ഗുണം എന്താണ്? അവര് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും, നിങ്ങളുടെ വാല്യൂവിന് വേണ്ടി അവർ നിലകൊള്ളും. നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് അവർ മാറും. നിങ്ങൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രൊഡക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരാവും അവര്. ഒരു 100 ആളുകളോട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുന്നവരാവും അവര്. അതെങ്ങനെയാ വരുന്നത്? നമ്മുടെ വാല്യൂവിൽ അവർ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫാൻസിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഈ ഫാൻസ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് നമ്മുടെ സിനിമാ നടന്മാർക്കും സെലിബ്രിറ്റീസിനുമാണ് ഫാൻസ് ഉള്ളത്, അല്ലേ? നമ്മൾ പലപ്പോഴും ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ഈ ഫാൻസിന് വേണ്ടിയിട്ട് രാവിലെ 6 മണിക്കും 6:30ക്കൊക്കെ ഷോ വെക്കും. ആ ഷോക്ക് വരെ ഇവര് തിയേറ്ററിൽ ഇടിച്ച് കയറിയിരിക്കും ചെയ്യാം. സെലിബ്രിറ്റീസിന്റെ നടന്മാരുടെ വലിയ കട്ടൗട്ടുകൾ വെച്ചിട്ട് അതിൽ പാലഭിഷേകം നടത്തും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താ വട്ടാണോ എന്ന് ആലോചിക്കും. അതെ, വട്ടാണ്, ശരിക്കും വട്ടാണ്. ലോജിക്കലി അല്ല അവര് ഈ കാര്യങ്ങളെ ഈ ഫാൻ ആവുന്നത്. ഒരാളില്, ഒരു സെലിബ്രിറ്റിയില്, അയാളുടെ വാല്യൂല്, അയാളുടെ കപ്പാസിറ്റിയില് അവർ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റില്, നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തില്, നമ്മൾ ഈ ലോകത്തിന് കൊടുക്കുന്ന വാല്യൂല് ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന മനുഷ്യരെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ നല്ല കമ്പനികളൊക്കെ ചെയ്യുന്നത്. മനുഷ്യര് എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതും അവര് ലോജിക്കലി ആലോചിച്ചിട്ടൊന്നുമല്ല മനുഷ്യർ വാങ്ങിക്കുന്നത്. അധിക പേര് എല്ലാവരും അങ്ങനെയാണെന്നല്ല, അധിക പേരും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ആ പ്രൊഡക്റ്റിന്റെ എന്താ പറയാ സ്പെസിഫിക്കേഷൻസ് എല്ലാം നോക്കി, ഒരു പ്രൊഡക്റ്റിന് മറ്റൊരു പ്രൊഡക്റ്റിനോട് കമ്പയർ ചെയ്ത് ഇതിന്റെ വാല്യൂ ഫോർ മണി ആണോ എന്നൊക്കെ നോക്കിയിട്ടല്ല അധികം ആളുകളും അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു ഭൂരിപക്ഷം കസ്റ്റമേഴ്സും ഇങ്ങനെ ചെയ്യുന്നവരല്ല. പലപ്പോഴും ആൾക്കാർ ചെയ്യുക എന്താ, അവര് ഒരു ഇമോഷണൽ റീസൺ കൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കും. ആ ഇമോഷണൽ റീസൺ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് വാങ്ങിക്കുന്നത് വഴി ഇവര് ഒരാഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് വഴി ഇവരൊരു പ്രസ്റ്റീജിയസ് ട്രൈബിലേക്ക് എൻട്രി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ് ഇവർ വലിയ പൈസ ചെലവാക്കിയിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ഇത് ഒരു ഇമോഷണൽ റീസൺ കൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിനെ ഇന്റലക്ച്വലി റാഷണലൈസ് ചെയ്യുകയും ചെയ്യും. അതുണ്ടല്ലോ,
ഈ പ്രോഡക്റ്റ് അതിന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്, ഗുണം എങ്ങനെയാണ് എന്നൊക്കെ പറയും. ഒരു ഉദാഹരണം നോക്കുങ്ങൾ, ഐഫോണിന്റെ പുതിയ വേർഷൻ ലോഞ്ച് ചെയ്യാനിരിക്കുമ്പോഴേക്ക് പ്രീ ബുക്കിംഗ് നടക്കുകയാണ്. പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടല്ല, സ്പെസിഫിക്കേഷൻസ് അറിഞ്ഞിട്ടല്ല, ആളുകൾ വാങ്ങിക്കുകയാണ്. വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ ആളോട് നീ എന്തിനാ എത്രയും 1.5 lakh കൊടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് എന്തിനാ വാങ്ങിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അപ്പം നമ്മളോട് പറയുന്ന മറുപടി അതിന്റെ വർത്തിനെ പറ്റിയിരിക്കും, അതിന്റെ സ്പെസിഫിക്കേഷനെ പറ്റിയിരിക്കും, അതിന്റെ യൂസേജിനെ പറ്റിയിരിക്കും പറയുന്നത്. മനുഷ്യർ ഇമോഷണലി ബൈ ചെയ്യുകയും വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിനെ ഇന്റലക്ച്വലി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ആളുകൾക്കൊരു ഇമോഷണൽ റീസൺ ഉണ്ടാവണം നമ്മുടെ അടുത്ത് വരാൻ, നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാൻ ഒരു ഇമോഷണൽ റീസൺ ഉണ്ടാവണം. ആ ഇമോഷണൽ റീസൺ എന്ന് പറയുന്നത് മനുഷ്യരെ മനസ്സിലാക്കുന്ന, അവരെ കേൾക്കുന്ന, അവരെ അംഗീകരിക്കുന്ന, അവർക്ക് എന്തെന്നില്ലാത്തൊരു അനുഭവം നൽകുന്ന ഒരു ഇടമാണെങ്കിൽ തീർച്ചയായും ആളുകൾ നമ്മളിലേക്ക് എത്തും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കെയർ ഫോർ ദ പേഴ്സൺ, നോട്ട് ദ പർച്ചേസ്. നമ്മുടെ അടുത്ത് വരുന്ന മനുഷ്യനെയാണ് നമ്മൾ കാണേണ്ടത്, വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റിനെ അല്ല നമ്മൾ കാണേണ്ടത്. ആ മനുഷ്യൻ കടന്നു വരുമ്പോൾ ഇയാൾ എന്തിനാണ് ഈ ഷോപ്പിൽ വന്നത് എന്നൊരു ക്യൂരിയോസിറ്റി സെയിൽ ചെയ്യുന്ന ആൾക്ക് ഉണ്ടാവണം. ഇയാള് എന്ത് ആഗ്രഹം കൊണ്ടായിരിക്കും ഇവിടെ കയറി വരുന്നത്, എന്ത് പ്രോബ്ലത്തിന് പരിഹാരം തേടിയിട്ടായിരിക്കും ഇയാൾ ഇവിടെ കയറി വരുന്നത്, എന്ത് ആവശ്യം സാധിക്കാൻ വേണ്ടിയായിരിക്കാം ഈ കസ്റ്റമർ ഇവിടെ വരുന്നത് എന്ന ക്യൂരിയോസിറ്റിയാണ് ഒരു സെയിൽസ്മാൻ ആദ്യം ഉണ്ടാവേണ്ടത്. ക്യൂരിയോസിറ്റി ഉണ്ടായാൽ മനുഷ്യർ പിന്നെ എന്താ ചെയ്യുക? ചോദ്യങ്ങൾ. കുട്ടികൾ എന്തുകൊണ്ട് അവനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ക്യൂരിയസ് ആണ്. ഈ കുട്ടികളുടേത് പോലെ നിഷ്കളങ്കമായ ഒരു ക്യൂരിയോസിറ്റിയാണ് ഒരു സെയിൽസ്മാൻ ഉണ്ടാവേണ്ടത്. ആ ക്യൂരിയോസിറ്റി അയാളുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യം ചോദിക്കുമ്പോൾ കസ്റ്റമർക്ക് അയാളുടെ ആവശ്യം, അയാളുടെ ആഗ്രഹം ഒക്കെ പറയാനായിട്ട് സാധിക്കും. ചോദിച്ചാൽ മാത്രം പോരാ, നന്നായി കേൾക്കാൻ സാധിക്കണം. നന്നായി കേൾക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ മറ്റൊരു മനുഷ്യന് മനസ്സ് തുറക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യര്, നമ്മുടെ സ്ഥാപനത്തിന്റെ ഡോറ് തുറന്നു വരുന്ന മനുഷ്യർ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് എന്നെ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതായിരിക്കാം. കേൾക്കപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യന് തരുന്നത് വല്ലാത്ത ആശ്വാസമാണ്. അപ്പൊ ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് മനുഷ്യരെങ്ങനെ കേൾക്കാനുള്ള സ്ഥലമൊന്നുമല്ല. പക്ഷേ അവരിവിടെ എന്തിനാണോ വരുന്നത് അതെങ്കിലും നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അത് നന്നായി കേൾക്കുമ്പോൾ മനുഷ്യനിലെ അറിയാതെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത്. നമ്മളെ നന്നായി കേൾക്കുന്നവരോട് നമ്മൾ എന്തെന്നില്ലാതെ ഫസ്റ്റ് ബിൽഡ് ചെയ്യും, അടുപ്പം ഉണ്ടാക്കും. നമ്മളെ മനസ്സിലാക്കി മാത്രം നമ്മളെ പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളെ നമ്മൾ വിശ്വസിക്കും. അയാൾക്കൊരിക്കലും ഈ കസ്റ്റമറെ പുഷ് ചെയ്യേണ്ടി വരില്ല. ട്രസ്റ്റ് ചെയ്ത ഒരാളിൽ നിന്ന് നമ്മൾ അധികം വാങ്ങിക്കും, കുറച്ചല്ല വാങ്ങിക്കുക, കൂടുതൽ വാങ്ങിക്കും. കാരണം അയാൾ പറയുന്നത് നമുക്ക് ഉറപ്പാണ്. നമ്മൾ ബിലീവറാവും, വിശ്വാസിയാവുകയാണ് ചെയ്യുന്നത്. എന്താ വിശ്വാസികളുടെ പ്രത്യേകത? വിശ്വാസികള് വസ്തുതകളൊന്നും അധികം ആലോചിക്കാതെ വാങ്ങിക്കും. കടന്നു വരുന്ന ഒരു കസ്റ്റമറെ നമ്മളെ വിശ്വാസിയാക്കാൻ സാധിക്കണം. വിശ്വാസിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ മതി. ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ നന്നായി കേട്ടാൽ മതി. പക്ഷെ പ്രശ്നം എന്താ? നമ്മൾ ആരും തന്നെ ജീവിതത്തിൽ മറ്റൊരു മനുഷ്യനെ കേൾക്കാൻ എവിടെയും ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മളാരും പഠിപ്പിച്ചിട്ടില്ല കേൾക്കാൻ. നമുക്കറിയില്ല എങ്ങനെയാ കേൾക്കേണ്ടത്. നമ്മളിത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, ചെവി കൊണ്ടാണ് നമ്മൾ കേൾക്കുക. കേൾക്കേണ്ടത് ചെവി കൊണ്ടല്ല, ഹൃദയം കൊണ്ട് കേൾക്കണം, ഹോൾ ബോഡി കൊണ്ട് കേൾക്കണം. കണ്ണുകൊണ്ട് ഒരു മനുഷ്യനെ കേൾക്കാൻ പറ്റും, നമ്മളെ മൊത്തം ശരീരം കൊണ്ട് ഒരു മനുഷ്യനെ കേൾക്കാൻ പറ്റും. അങ്ങനെ കേൾക്കാൻ നമ്മളെ സെയിൽസ്മാനിന് സാധിക്കണം. അതിന് അവരെ എങ്ങനെ ഒരു മനുഷ്യനെ കേൾക്കാം എന്നുള്ളതിൽ നന്നായി ട്രെയിൻ ചെയ്യണം. ക്യൂരിയസ് ആയ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം? ആളുകൾക്ക് ചോദ്യം കേൾക്കുമ്പോൾ അവർക്ക് അതിനൊരു മറുപടി പറയാൻ തോന്നുന്ന വിധത്തില്, മറുപടി പറയാൻ സന്തോഷമുള്ള വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ 2ാമത്തെ കാര്യമാണ്, നമ്മള് ഷോപ്പില്, സ്ഥാപനത്തില് വരുന്ന ഒരു കസ്റ്റമർക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടാവണം. എന്ത് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കണം അവരിവിടുന്ന് കടന്നു പോകുന്നത്? പ്രൊഡക്റ്റ് വാങ്ങിയല്ല പോകേണ്ടത്, നമ്മുടെ എക്സ്പീരിയൻസ് വാങ്ങിയിട്ട് അവർ പോകേണ്ടത്. കാരണം പ്രൊഡക്റ്റ് അവർ നാളെ മറക്കും, എക്സ്പീരിയൻസ്, എന്ത് എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് മനുഷ്യന് മറക്കൂല.
അത് അവരെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുത്തും. അപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ അയാളെ ഗ്രീറ്റ് ചെയ്യുന്നത് തൊട്ട് അയാളെ ഫോളോ അപ്പ് ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സിൽ എന്ത് എക്സ്പീരിയൻസ് ആണ് അയാൾക്ക് ഉണ്ടാവേണ്ടതെന്ന് നേരത്തെ തീരുമാനിച്ച് ആ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന വിധത്തിൽ വേണം ആ കസ്റ്റമറോട് ഇടപെടാനായിട്ട്. അതിന് നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യണം ആ വിധത്തിൽ. ഇതിങ്ങനെ ഈ നാട്ടിൻ പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായക്കടകൾ ഉണ്ടാവും. ഈ ചായക്കടകളിൽ ഇപ്പൊ ഒരു 10 പേര് നിന്നാലും 10 പേർക്കും 10 ടൈപ്പ് ടേസ്റ്റിലുള്ള ചായ കൊടുക്കാൻ ആ മനുഷ്യന് ശ്രദ്ധിക്കുന്നുണ്ട്. അവരൊക്കെ ചിലപ്പോൾ എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ആയി പറഞ്ഞതായിരിക്കും. ഈ ചായ എന്നൊക്കെ പറയുന്ന മനുഷ്യന് ഭയങ്കര കണക്ഷൻ ആയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. പക്ഷെ ഇതിങ്ങനെ ഒരു സെയിൽസിൽ നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവന്റെ ഒരു വരുന്ന ആളുടെ ഒരു നീഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഈ സെയിൽസ്മാൻ ഇത് പോസിബിൾ ആണോ എന്നുള്ളതാണ്. കാരണം സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം കുറെ ഒബ്ജക്റ്റീവ്സ് നോക്കിയിട്ട് ഒരു കസ്റ്റമർ വന്നു, തൊട്ട് പിന്നാലെ വേറൊരാൾ വരുന്നു, അങ്ങനെയുള്ള കുറെ സംഗതികളിൽ നിന്നിട്ടായിരിക്കും സെയിൽസ്മാൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ മേഖലയിൽ ട്രെയിനിങ്ങിലേക്ക് വരുന്നതിന്റെയും ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ചെയ്തതിന്റെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസസ് ഇങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായും ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. ഇപ്പോ എന്നോട് ഞാൻ കഴിഞ്ഞൊരു വർഷമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെർഫ്യൂം കമ്പനി ഉണ്ട്. ആ പെർഫ്യൂം കമ്പനിയിൽ ഒരു സെയിൽസ്മാൻ പറഞ്ഞൊരു രസകരമായ ഒരു അനുഭവം. ഇയാളുടെ ഷോപ്പിൽ ഒരാൾ വന്നു അയാൾ ചെറിയൊരു പ്രൊഡക്റ്റാണ് വാങ്ങിപ്പോയത്. അവിടെ ഒരു ദിവസം ശരാശരി 100 രൂപ തൊട്ട് 25,000 വരെ ഉള്ള എമൗണ്ട്സിന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അവിടെ വരാറുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും പെർഫ്യൂം കമ്പനിയിൽ ഒരു പെർഫ്യൂം സ്ഥാപനത്തിൽ 25,000 പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറാണ് തീർച്ചയായുണ്ട്. അതുണ്ടാവുന്നത് കേരളത്തിൽ വരുന്ന അറബ്സ് അവരിവിടെ വരുന്നത് പലപ്പോഴും ഊത് റിലേറ്റഡ് പ്രൊഡക്ട്സ് വാങ്ങിക്കാനാണ്. അതിനു വേണ്ടി വരുന്ന ആളുകളുണ്ട്. അപ്പോൾ വളരെ പ്രീമിയം പ്രൊഡക്ട്സ് വാങ്ങിയിട്ടാണ് അവർ പോകുന്നത്. അത് ഒരു ഇത്തിരി വാങ്ങുമ്പോഴേക്ക് 25,000 ഒക്കെ ആവും. അത് വലിയൊരു എമൗണ്ട് ഒന്നും അല്ല. അതിന് മുകളിലേക്കൊക്കെ ചില സമയങ്ങളിൽ അവിടെ സെയിൽ പോവാറുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ അവിടെ വന്നു പോയത് ഒരു ചെറിയ പ്രൊഡക്റ്റ്, ഒരു മേ ബി ചിലപ്പോൾ ഒരു 200 റുപ്പീസിന്റെ ഒരു ചെറിയ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടാണ് അയാൾ തിരിച്ചു പോയത്. അയാൾ പോയി പിന്നെ കാണുന്നത് അടുത്ത 15 ദിവസത്തിനകം ഈ ആളുടെ സ്ഥാപനത്തിലുള്ള ഓരോരോ എംപ്ലോയീസും ഓരോരുത്തരായിട്ടും ഇവിടെ കയറി ഇറങ്ങുന്നു, എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പോകുന്നു. ഈ ഒരൊറ്റ ആള് കാരണത്താല്. അപ്പോ ഈ വരുന്നവരൊക്കെ ഈ സ്ഥാപനത്തിൽ നിന്നാണ് വരുന്നത്, ഞങ്ങൾ ഇവിടുന്നാണ് വരുന്നത്, ഈ ആളുടെ റെഫറൻസിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ സാധിച്ചു? ഞാൻ ഈ സെയിൽസ്മാനോട് വളരെ ക്യൂരിയസ് ആയിട്ട് എങ്ങനെ സാധിച്ചു ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യം, അത് നമ്മുടെ ട്രെയിനിങ്ങിൽ നിന്നുണ്ടായ ഒരു ഇമ്പാക്റ്റ് ആണ്. അയാൾ പറയുന്നത്, ഞാൻ ആലോചിച്ച ഒരു കാര്യം, 25,000 ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്ന ഒരു കസ്റ്റമറെ ഞാൻ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ സെൻഡ് ഓഫ് ചെയ്യുന്നത്, അതുപോലെയാണ് 100 രൂപയുടെ ഒരു ചെറിയ പെർഫ്യൂം ബോട്ടിൽ വാങ്ങി പോകുന്ന ഒരാളെ ഞാൻ ഗ്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇവർക്ക് ടാർഗറ്റ് ഉണ്ട്, മന്ത് എൻഡിൽ ഇവര് അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 25,000-നും 50,000-നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ വന്നാൽ മാത്രമേ ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു അറബ് കസ്റ്റമർ വന്നിട്ട് വലിയ എമൗണ്ടിന് വാങ്ങി പോകുന്ന സമയത്ത് ഇവന് വല്ലാത്ത ആശ്വാസമാണ്. ആ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പോവാണ്. അത്ര ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് ഈ അറബ് കസ്റ്റമർ അവൻ എന്ത് ചെയ്യുന്നത്, യാത്രയാക്കുന്നത്. അതേ വാല്യൂ, അതേ റെസ്പെക്ട്, അതേ വാർത്ത, അതേ സ്നേഹമാണ് 100 രൂപക്ക് പ്രൊഡക്റ്റ് വാങ്ങി പോകുന്ന ഒരാൾക്കും കൊടുക്കും. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യും അയാളെ സെൻഡ് ഓഫ് ചെയ്യുന്ന സമയത്ത്, അയാൾ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇയാൾക്ക് ഈ റെസ്പെക്ട്, വാല്യൂ നീ കൊടുക്കുന്നത്? പറഞ്ഞ് ഞാൻ കൗണ്ടറിൽ നിന്ന് വരും, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇയാൾ പോകുന്ന സമയത്ത് ഈ ഡോർ അയാൾക്ക് തുറന്നു കൊടുക്കും. അത് ആ കസ്റ്റമറിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം, അയാളിൽ ഉണ്ടാക്കുന്ന സംതൃപ്തി, ഞാൻ വാല്യൂഡ് ആണെന്നുള്ള സെൻസ്, അത് അയാളുടെ ബില്ല് നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. അയാൾക്ക് കൊടുക്കുന്ന പരിഗണന മനുഷ്യനാണെന്നുള്ള പരിഗണനയാണ്. അതേ പരിഗണനയാണ് പ്രീമിയം കസ്റ്റമർക്കും കൊടുക്കുന്നത്. ഈ വാല്യൂ ഫോർ ഹ്യൂമൻനെസ് ആണ് വേണ്ടത്. അതുണ്ടാവുകയാണെങ്കിൽ ഈ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അത് കാരണത്താലാണ് അയാളുടെ ഷോപ്പിൽ നിന്ന്, അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ഓരോ എംപ്ലോയീസും ഇവിടെ വന്നിട്ട് ഇയാളുടെ റെഫറൻസിൽ സാധനം വാങ്ങിപ്പോകുന്നതെന്ന് എന്നോട് ഈ സെയിൽസ്മാൻ പറഞ്ഞില്ല.